വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിരുന്ന സ്നാക്സാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന രൂപത്തിലാണ് കുഴ വേണ്ടത്. ഇതായിട്ടുണ്ട്. അരമുറി ചിരകി വെച്ച തേങ്ങയാണ്, ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മധുരക്കിഴങ്ങും 1 വലിയ നേന്ത്രപ്പഴവും പുഴുങ്ങി വെച്ചതായത് ഇതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പഴത്തിനും ഈ മധുരക്കിഴങ്ങിനും മധുരം ഇല്ലതായതുകൊണ്ട് അത്രേ വേണ്ടു. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ച് മിക്സാക്കി കൊടുക്കാം. ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഇതെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് ഓരോരോ ഉരുളകളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാൻ ഇഡലിത്തട്ടിൻ്റെ തട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു വാഴയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്സാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കൂ.